കായംകുളം അഗ്നിരക്ഷാനിലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് കായംകുളം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനവും നീന്തി രക്ഷപ്പെടാനും രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഡിങ്കി പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനവും നൽകി. കായംകുളം മുഹീദ്ദീൻ പള്ളിയുടെ കുളത്തിലാണ് പരിശീലനം നൽകിയത്. കായംകുളത്തെ അഗ്നിരക്ഷാ നിലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് കായംകുളം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനവും ഡിങ്കി പരിശീലനവും നൽകി. നീന്തി രക്ഷപ്പെടാനും രക്ഷാപ്രവർത്തനത്തിനുമായി ഉപയോഗിക്കുന്ന ഡിങ്കി പ്രവർത്തിപ്പിക്കാനാണ് പ്രധാനമായും പരിശീലനം നൽകിയത്. കായംകുളം മുഹീദ്ദീൻ പള്ളിയുടെ കുളത്തിലായിരുന്നു പരിശീലനം. സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ റോയി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിമ്മി ജോസഫ്, വിപിൻ, സന്തോഷ് കുമാർ, അരുൺ ബാബു എന്നിവരാണ് പരിശീലനം നൽകിയത്. കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് വേണ്ടി നീന്തൽ പരിശീലനവും ഡിങ്കിയിൽ തുഴയാനുള്ള പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി സിവിൽ ഡിഫൻസ് അംഗങ്ങളെ ജലാശയത്തിൽ കൊണ്ടുപോയി നീന്തൽ പരിശീലിപ്പിക്കുകയും അതിൽ എല്ലാവർക്കും തന്നെ നീന്തലിൽ നല്ല വശമുണ്ടായി അവർ നല്ലവണ്ണം നീന്തുകയും ഡിങ്കി തുഴയാൻ പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരികെ നിലയത്തിലേക്ക് പോകും. നമ്മുടെ കായംകുളം നിലയത്തിൻ്റെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന് നീന്തൽ പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിൽ നമ്മുടെ ആക്റ്റീവ് മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ നമ്മളിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അവർക്ക് നീന്തൽ പരിശീലനം അടിസ്ഥാനമായിട്ട് നീന്തി രക്ഷപ്പെടാനുള്ള പരിശീലനം, അതോടൊപ്പം തന്നെ മറ്റൊരാളെ റെസ്ക്യൂ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികളുടെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമാക്കുന്നവരെ നമ്മൾ കായംകുളത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സിൽ ഇവരെ നീന്തൽ പരിശീലനത്തിന് നമ്മളിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഡിങ്കി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്, അതിനകത്ത് എങ്ങനെ തൊഴിൽ ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി അതുപോലെ തന്നെ റെസ്ക്യൂ ടെക്നിക്കുകളൊക്കെ നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തുടർന്ന് അങ്ങോട്ട് നമ്മൾ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിൽ പരമാവധി നമ്മളുടെ നിലയത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും സഹകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മളിന്ന് അവർക്ക് പരിശീലനം കൊടുത്തിരിക്കുകയാണ്. CDNet ന്യൂസ്, കായംകുളം.